ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോയുമായാണ് ഇന്ന് നമ്മൾ വരുന്നത്. ഒരു സിനിമ റിവ്യൂ. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും ഏത് സിനിമയാണെന്നുള്ളത്. അതെ, ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന എമ്പുരാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. റിലീസ് ചെയ്ത ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അതേപോലെ തന്നെ വിവാദങ്ങളും ഏറെയാണ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജിന്റെ സംവിധാനവും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ അഭിനയ മികവും ചേർന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് പറയാതെ വയ്യ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ ഈ സിനിമ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിവാദങ്ങളും അതിനെ ചൊല്ലിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദങ്ങളും ഒക്കെയായി ഏറെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സിനിമ കണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ ഒരു റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ലാൽ കയറിന്റെ നേതൃത്വത്തിൽ ഫാൻ ഷോ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ വീഡിയോ വന്നപ്പോൾ മുതൽ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം വേണ്ടി ഒരു ഒറ്റ വീഡിയോ ആയി തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ലൂസിഫർ എന്ന സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് ആരും എമ്പുരാൻ പോകരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഏറെ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് പോയി നിങ്ങൾ നിരാശപ്പെടും. അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എമ്പുരാനെയും ലൂസിഫറിനെയും തമ്മിൽ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ലൂസിഫറുമായി ഒരു ബന്ധവും എമ്പുരാന് പറയാൻ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സിനിമയുടെ മേക്കിംഗ് ഒക്കെ നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യ സീനുകളും ഒക്കെ ഒരു ബോളിവുഡ് സിനിമ നമ്മൾ കാണുന്നു എന്നുള്ളൊരു പ്രതീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനകത്തെ സ്ക്രീൻ അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഹെലികോപ്റ്ററുകൾ, അങ്ങനെയുള്ള ടെക്നിക്കുകൾ, ക്യാമറ എഫക്റ്റ് ഇതെല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പം ഒരു ലാലേട്ടൻ സിനിമ പ്രതീക്ഷിച്ച് പോകുന്ന നമുക്ക് ഒരു ലാലേട്ടൻ്റെ ആ ഒരു ഫുൾ ടൈം സ്ക്രീൻ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറിലേറെയാണ് ഈ മുറിക്കുന്നതിന് മുമ്പുള്ള എമ്പുരാൻ. പക്ഷെ അതിലൊരു 45 മുതൽ 1 മണിക്കൂറിനുള്ളിൽ മാത്രമാണ് മോഹൻലാലിന് സ്ക്രീൻ സ്പേസ് ഉള്ളത്. പൃഥ്വിരാജിൻ്റെ കഥയാണ് കൂടുതലായിട്ടും എമ്പുരാനിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മോഹൻലാൽ സിനിമ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ലൂസിഫർ പ്രതീക്ഷിച്ച് എമ്പുരാന് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സംഭവങ്ങൾ. ആദ്യത്തെ ഒരു അരമണിക്കൂർ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്കതിനകത്ത് പറയാനുള്ളത്, ഒരു സിനിമ എപ്പോഴും സിനിമയായി തന്നെ കാണുക. സിനിമ ആവിഷ്കാരമാണ്, നമ്മുടെയൊക്കെ കലാ സ്വാതന്ത്ര്യമാണ്, അതൊക്കെയാണ്. എങ്കിൽ പോലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ചരിത്രത്തെ ആസ്പദമാക്കിയ ഒരു കാര്യം സിനിമയായോ കഥകളായോ ചെയ്യുമ്പോൾ ആ ചരിത്രത്തോട് 100% ആത്മാർത്ഥത പുലർത്താൻ ശ്രമിക്കുക. ആ ചരിത്രത്തിൽ ഒരിക്കലും വെള്ളം കലർത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ചിലരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ തിയേറ്ററുകളിലേക്ക് കയറ്റുവാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്നാണ് എനിക്കും ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം. അതിനപ്പുറത്ത് ഇതിനെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യേണ്ട, രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ഈ സിനിമയ്ക്കകത്തുള്ളത് ഏകദേശം ഒരു 5-10 മിനിറ്റ് മാത്രമാണ്. അത് 2 സീന് മാത്രമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഉള്ളത്. ആ സീന് മലയാളി പ്രേക്ഷകർക്ക്, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു നരസിംഹം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പഴയ സിനിമകൾ, ആ മുണ്ടു മടക്കിക്കൊത്തി മീശ പിരിച്ചൊക്കെ വരുന്ന ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, അല്ലെങ്കിൽ ഏറ്റവും എമ്പുരാനിൽ ആ ഒരു തിയേറ്ററിനകത്ത് ഒന്നടങ്കം ആരാധകർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ബഹളം ഉണ്ടാക്കിയ ഒരു സീൻ എന്ന് പറയുന്നത് ആ ഒരു കാട്ടിൽ വെച്ച് നടക്കുന്ന ഫൈറ്റാണ്. അടിപൊളിയാണ്, അതിനകത്ത് ഒന്നും പറയാനില്ല. പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും സിനിമ ഒരു ആവറേജ് സിനിമ,
ഒരു വട്ടം കാണാൻ പറ്റിയ ഒരു സിനിമ എന്നതിനപ്പുറം ഈ വലിയ ഈ മാസങ്ങൾ നീണ്ടു നിന്ന ഷൂട്ടിങ് അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലുള്ള ഷൂട്ടിങ് ഇതിനൊക്കെ ഒത്തൊരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം. പിന്നെ ഈ സിനിമ അവസാനിക്കുന്നത് ലൂസിഫറിൻ്റെ 3ാം ഭാഗം, അതായത് എമ്പുരാൻ്റെ അടുത്ത ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതിൽ ലാലേട്ടൻ്റെ കഥയായിരിക്കുമെന്നൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്, അറിയില്ല. അപ്പോൾ ലൂസിഫർ 3 L3 ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കാം. അത് ഇതുപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ അണിയറ പ്രവർത്തകർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പിന്നെ സ്റ്റണ്ട് സീനുകളും ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ലാലേട്ടൻ കോട്ടിട്ട് വരുന്ന അത് ഒരു ലാലേട്ടൻ്റെ ആ ഒരു പഴയ ലാലേട്ടനെ കാണാൻ കൊതിക്കുന്ന ആരാധകർക്ക് നിരാശയുണ്ടാക്കിയ രംഗങ്ങളാണ്. പിന്നെ കുറേ നമ്മൾ സമകാലിക അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത് ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് തന്നെ നമുക്കറിയാമെങ്കിൽ പോലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു ആവറേജ് സിനിമ. ഒരു വട്ടം കാണാനുള്ള എല്ലാ എലമെൻറ്റുകളും ഉണ്ട്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാര്യത്തിനകത്തൊക്കെ സംശയമില്ല. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിലേക്കൊക്കെ പറയാൻ ഉണ്ടോ എന്നതും സംശയമാണ്. ചില റോളുകൾക്ക് എന്തിനാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത് എന്ന് തന്നെ സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില റോളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാന കഥാപാത്രമൊന്നായ റാവുത്തർ ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് അതൊരു കോമഡിയാക്കി മാറ്റി. ഇതെല്ലാം ഉണ്ടെങ്കിലും പറയട്ടെ, ഒരു തവണ കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ അറിയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.